ഒരു ചോദ്യം പരിശോധിക്കാം. DNS is the system on the internet that translates the name of website into IP address. What is the full form of DNS? അതായത് DNS എന്ന് പറയുന്ന ഒരു സർവീസാണ്. ആ ഒരു സർവീസിലൂടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരുകൾ IP അഡ്രസ്സിലേക്ക് മാറ്റുന്ന ഒരു സംവിധാനമാണ് DNS. അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പാഠപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്കൊന്ന് പോകാം. DNS ഡൊമൈൻ നെയിം സെർവർ. അതായത് ഈ ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഗൂഗിളിൻ്റെ IP അഡ്രസ്സ് ആയിട്ടുള്ള ഈ ഒരു നമ്പർ 216.58 ആ ഒരു നമ്പറാണ് നമ്മൾ ഓർത്ത് വെച്ച് ടൈപ്പ് ചെയ്യേണ്ടി വരിക. അതിന് പകരമായി നമുക്കിപ്പോൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു DNS സെർവർ ഉള്ളതുകൊണ്ടാണ് ഗൂഗിളിനെ ആ ഒരു IP അഡ്രസ്സാക്കി മാറ്റി അത് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സംവിധാനമാണ് ഈ ഡൊമൈൻ നെയിം സെർവർ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. ഡൊമൈൻ നെയിം സെർവർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പരിശോധിക്കും. ഹൗ മെനി ബിറ്റ്സ് ഈസ് ദ സൈസ് ഓഫ് ആൻ IP അഡ്രസ് ആസ് പെർ IPv6? IPv6 പ്രകാരം ഉള്ള IP അഡ്രസ്സിൻ്റെ സൈസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നേരത്തെ IPv4ഉം IPv6നെയും കുറിച്ച് വിശദമായി നമ്മൾ പഠിച്ചതാണ്. IPv4 എന്നുള്ളത് 8 വീതമുള്ള 4 ഭാഗങ്ങളിലായി 32 ആണ് അതിൻ്റെ സൈസൊന്നും. IPv6 എന്നുള്ള സൈസ് എന്ന് പറയുന്നത് 128 ആണെന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 128 ബിറ്റ്സ് എന്ന് പരിശോധിക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഇൻ്റർനെറ്റ് സെർവർ. ഇൻ്റർനെറ്റ് സെർവറുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നമുക്കറിയാം ഇതിൻ്റെ വെരി ഷോർട്ട് ആൻസറാണ്. 2 ഓപ്ഷൻസാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ കനോട്ട് മാനേജ് മോർ ദാൻ 1 വെബ്സൈറ്റ്. രണ്ടാമത്തേത് വെബ്സൈറ്റിന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെയാണ് പാർട്ടീഷനിങ് എന്ന് പറയുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നിലധികം കമ്പ്യൂട്ടർ വെബ്സൈറ്റുകൾ ഒരേ സമയത്ത് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് സെർവർ. പിന്നെ അപ്പാഷെ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണെന്ന് പറയുന്നു. മറ്റേത് ICAN ഒരു സെർവർ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നു. അപ്പോൾ ഈ സെർവറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്കൊന്ന് പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. സെർവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് സെർവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലാണ് ആ ഒരു വെബ്സൈറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഈ വെബ്സൈറ്റ് നൽകുന്ന സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില സോഫ്റ്റ്വെയറുകൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് അപ്പാഷെ, മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഒറാക്കിൾ. അപ്പോൾ അപ്പാഷെയും ഒറാക്കിളുമാണ് വെബ് സർവീസിന് സെർവറായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പാഷെയും ഒറാക്കിളുമാണ്. അതുപോലെ ഒന്നിലധികം ആളുകൾ അതിൽ ഉപയോഗിക്കാൻ കഴിയും എന്നതുകൊണ്ട് അതിന് നല്ല പ്രവർത്തനശേഷിയുള്ള കമ്പ്യൂട്ടറുകളാണ്. അപ്പോൾ അപ്പാഷെ ഒറാക്കിളാണ് അതിൻ്റെ സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ. ഇതുപോലെ ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാനായിട്ടും കഴിയുന്നതാണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസിൽ നമുക്ക് നോക്കാം. പാർട്ടീഷനിങ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അല്ല ഇതിൽ വരുന്നത്. പിന്നെ ഒന്നിലധികം ആളുകൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. അപ്പോൾ ക്യാൻ മാനേജ് മോർ ദാൻ 1 വെബ്സൈറ്റ്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒന്നിലധികം ആളുകൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. സി ആണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ നമുക്ക് നോക്കാം. അപ്പാഷെ ഒരു സെർവറാണ്. അപ്പോൾ നമ്മൾ കണ്ട ഒറാക്കിളും അപ്പാഷെയുമാണ്. അപ്പോൾ ഇത് ശരിയാണ്. ഇനി അവസാനത്തെ ഓപ്ഷൻ ICAN, അതൊരു വെബ് സെർവർ സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നു. അതല്ല എന്ന് നമുക്കറിയാം. അപ്പാഷെയും ഒറാക്കിളുമാണ് ഈ സെർവർ സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ICAN എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ICAN എന്നുള്ളത് ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ICAN. അതായത് നമ്മൾ കണ്ടു ഡൊമൈൻ പേരുകൾ, നമുക്ക് നമ്പറുകൾക്ക് പകരം പേരുകൾ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ആ ഒരു DNS ഡൊമൈൻ നെയിം സിസ്റ്റം, ആ ഒരു സംവിധാനം കൊടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു ഏജൻസിയുടെ പേരാണ് ICAN എന്നുള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വെബ് അഡ്രസ് that contains the protocol for exchanging file, name of the website and place where it is saved on the server. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ അതിലേത് പ്രോട്ടോക്കോൾ പ്രകാരമാണ് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആ വെബ്സൈറ്റിൻ്റെ പേര്, ഇതെവിടെയാണ് സേവ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളുള്ള ആ ഒരു വെബ് അഡ്രസ്സിനെ എന്ത് പേരാണ് വിളിക്കുക. അപ്പോൾ ആ ഒരു വെബ് അഡ്രസ്സിൽ പ്രോട്ടോക്കോൾ ഉണ്ടാവും, അതുപോലെ വെബ്സൈറ്റിൻ്റെ പേരുണ്ടാവും, എവിടെയാണ് ഇത് സേവ് ചെയ്തത് തുടങ്ങിയ വിവരങ്ങളുള്ള അതിനെ എന്ത് പേരാണ് വിളിക്കുന്നത്. നമുക്കിവിടെ 4 ഓപ്ഷൻസാണ്. CSS നമുക്കറിയാം, HTML അതിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിനെയാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റുകളെയാണ് CSS എന്നുള്ളത്.
NTFS എന്ന് പറയുന്നത് ഒരു പാർട്ടീഷ്യൻ്റെ മറ്റൊരു ഫയൽ സിസ്റ്റമാണ്. അപ്പോൾ ഇത് രണ്ടും അല്ല അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി സിയും ഡിയും നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ HTTP എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. URL യൂണിവേഴ്സൽ റിസോഴ്സ് ലൊക്കേറ്റർ. ഇതിലേതാണ് സി ആണോ ഡി ആണോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പരിശോധിക്കുന്നതിന് ഈ കാര്യങ്ങൾ എന്താ നമുക്കൊന്ന് പാഠപുസ്തകത്തിലേക്കൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേരെന്ന് പറയുന്നത് ഒരു URL ആണ്. അപ്പോൾ ഈ URLൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ഇവിടെ അതെങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ള പ്രോട്ടോക്കോൾ കാണാൻ കഴിയും. അതുപോലെ അതിൻ്റെ പേര് കാണാൻ കഴിയും. ഇനി അത് എവിടെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഫയൽസിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അതിനെ എന്ത് പേരാണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് URL ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം പരിശോധിക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദി യൂസ് ഓഫ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. ഇത് വെരി ഷോർട്ട് ആൻസറാണ്. 2 ഓപ്ഷൻസാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ നോക്കാം. ഓൾ ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻഡ് ത്രൂ ഇൻ്റർനെറ്റ് ആർ കറക്റ്റ്. നമ്മളെ ഇൻ്റർനെറ്റിൽ നിന്നും ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും ശരിയാണ് എന്നാണ് പറയുന്നത്. ശരിയല്ല. ഇൻ്റർനെറ്റിൽ നിന്നും ശരിയായതും തെറ്റായതുമായ വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ ഓപ്ഷൻ എ അല്ല. അടുത്തത് ബി ഓൾ ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് സെക്യൂർ. ഇൻ്റർനെറ്റിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളെല്ലാം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അതും തെറ്റാണ്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക, വൈറസ് ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതും അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതല്ല. ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ബിയും അല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. യു ക്യാൻ ബി ഡിസീവ്ഡ് ബൈ ഓപ്പണിംഗ് വെബ്സൈറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. ചില വെബ്സൈറ്റുകളെ നമ്മളിങ്ങനെ വ്യാജമായി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നതായിരിക്കും, മിസ്ലീഡ് ചെയ്യുന്നതായിരിക്കും. അത് ശരിയാണ്. അപ്പോൾ സി ആൻസറായിട്ട് വരുന്നു. ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കാം. ഓൾ സർവീസ് അവൈലബിൾ ഓവർ ദി ഇൻ്റർനെറ്റ് ആർ ഫ്രീ. അങ്ങനെയല്ല, എല്ലാ സർവീസുകളും ഫ്രീ അല്ല, പലതിനും പേയ്മെൻറ്റ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ എയും ബിയും ഇയും നമുക്ക് ഒഴിവാക്കാം. ഇനിയുള്ളത് സി ആണ്. സി ഓൾറെഡി ശരിയാണെന്ന് പറഞ്ഞു. ഇനി ഡി, ഇൻ്റർനെറ്റ് ഈസ് എ ഫ്രീ ഓപ്പറേറ്റിംഗ് മീഡിയം. ഇൻ്റർനെറ്റ് സ്വതന്ത്രമായി ഉപയോഗിക്കാം എന്നുള്ളത് ഏറെക്കുറെ ശരിയാണ്. പക്ഷേ എല്ലാ രാജ്യങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ചില രാജ്യങ്ങളിലെങ്കിലും ചില റെഗുലേഷൻസ് ഉണ്ട്. എങ്കിലും കമ്പാരിറ്റീവ്ലി ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയുമാണ്. ചോദ്യം